ഹലോ മലയാളീസ്, എന്തുകൊണ്ടാണ് ബി.ജെ.പി. സർക്കാർ കേരളത്തെ ഇങ്ങനെ അവഗണിക്കുന്നത് എന്ന് നിങ്ങൾ എന്നെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ചില സംസ്ഥാനങ്ങൾ അവർക്ക് രാഷ്ട്രീയമായി അനുകൂലമല്ല. കേരളം ഇന്ത്യയിലെ ഏറ്റവും ശക്തമായി അവരെ എതിർത്തു നിൽക്കുന്ന അവരുടെ ചില നിലപാടുകളോട് വഴങ്ങാത്ത സംസ്ഥാനങ്ങളിൽ ഒന്നാണ്. ബി.ജെ.പി. 1980-കൾ മുതൽ ശ്രമിച്ചിട്ടും ഇന്നേ വരെ നിയമസഭയിലോ പാർലമെന്റിലോ എന്തിന് മുഖ്യധാരാ രാഷ്ട്രീയത്തിലോ വലിയ നേട്ടങ്ങൾ നേടാൻ കഴിഞ്ഞിട്ടില്ല. നിലവിൽ കേരളത്തിലുള്ളത് LDFും UDFുമാണ് ശക്തമായ മുന്നണികൾ. ഇതെല്ലാം കാരണം വോട്ട് ബാങ്കിംഗ് പൊളിറ്റിക്സ് ഉള്ള കേന്ദ്ര സർക്കാർ കേരളത്തോട് താല്പര്യം കുറയുന്നു. ബി.ജെ.പി. അധികം പദ്ധതികളും ഒരു ഡബിൾ എൻജിൻ ഗവൺമെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ പൂർത്തിയാക്കൂ. അതായത് സംസ്ഥാനവും കേന്ദ്രവും ഒരേ പാർട്ടിയാണെങ്കിൽ മാത്രമെന്ന രീതിയിൽ. കേരളത്തിൽ ബി.ജെ.പി. അധികാരത്തിൽ ഇല്ലാത്തതിനാൽ പദ്ധതികൾ കൂടുതലും വൈകുന്നു, ഫണ്ടുകൾ കുറയ്ക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും. റോൾ മോഡൽ സ്റ്റേറ്റ് എന്ന കേരളത്തിന്റെ നിലപാട് വിദ്യാഭ്യാസത്തിലും ആരോഗ്യത്തിലും സാമൂഹിക സുരക്ഷയിലും സ്ത്രീ ശാക്തീകരണത്തിലും തുടങ്ങിയ മേഖലയിൽ കേരളം ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെക്കാൾ മുന്നിലെന്ന അവരുടെ തോന്നൽ. ഇതെല്ലാം ബി.ജെ.പിയുടെ വികസന നിലപാടിന് വെല്ലുവിളിയാണ്. അതിനാൽ കുറച്ച് അവഗണിക്കപ്പെടുന്ന രീതിയിലായിരിക്കും അവരുടെ പ്രതികരണം. ബി.ജെ.പി. എന്നും ഹിന്ദുത്വ രാഷ്ട്രീയത്തെ മുൻതൂക്കം നൽകുന്ന പാർട്ടിയാണ്. എന്നാൽ കേരളം ഒരേ മതേതര വിദ്യാഭ്യാസപരമായ മുന്നേറ്റവും മുന്നിൽ കണ്ടു പ്രവർത്തിക്കുന്നു. ഇതുമൂലം ജനപിന്തുണ ലഭിക്കാത്ത സംസ്ഥാനത്തിൽ ധനസഹായം കുറയുകയും എന്ന നിലപാട് കേന്ദ്ര സർക്കാർ കൈക്കൊള്ളുന്നു. ദേശീയ തലത്തിലുള്ള മാധ്യമങ്ങൾ പോലും കേരളത്തെക്കുറിച്ച് ഒട്ടുമിക്ക സമയങ്ങളിലും സൈലന്റ് ആയിരിക്കും. ബി.ജെ.പി. അനുകൂലമായ തലങ്ങളിൽ നിന്നും കേരളം പലപ്പോഴും ലെഫ്റ്റിസ്റ്റ് മോഡൽ എന്ന് വിലയിരുത്തപ്പെടുന്നു. മറ്റു ബി.ജെ.പി. ഭരിക്കുന്ന സംസ്ഥാനങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നമുക്ക് 10-ൽ ഒരു അംശം പോലും കിട്ടുന്നില്ല. കേരളം എന്നും ബി.ജെ.പിക്ക് രാഷ്ട്രീയപരമായി നഷ്ടഭൂമിയായതും സംസ്കാരപരമായും മതപരമായും വ്യത്യസ്തമായ നിലപാടുകളുള്ളതും മൂലം ബി.ജെ.പി. സർക്കാരിന്റെ മുൻഗണനാ പട്ടികയിൽ വളരെ പിന്നിലാണ് നമ്മൾ. അതിനാൽ പദ്ധതികളിൽ ചില അവഗണനയും രാഷ്ട്രീയ പകൽപോക്കലും പ്രകടമാകുന്നു.